കേസിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് റിജിൻ എന്ന് പറയുന്ന ഷാരോണിൻ്റെ സുഹൃത്തിൻ്റെ മൊഴിയാണ്. ഇതാണ് റിജിൻ എനിക്കൊപ്പമുണ്ട്. റിജിനെ അന്നത്തെ കാര്യം ഓർക്കുന്നുണ്ട്. റിജിൻ്റെ മൊഴിയാണ് ഈ കേസിൽ ഒരു ട്വിസ്റ്റ് എന്ന് പറയാൻ കഴിയുന്നത്. റിജിൻ ഇല്ലായിരുന്നെങ്കിൽ ഈ കേസില്ലായിരുന്നു. അന്നത്തെ കാര്യം എന്ന് പറയാം. അന്ന് ഷാരൂണ് വിളിച്ച് 10:30 എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഗ്രീഷ്മ വിളിച്ച് അവളെ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനും അവനായിട്ട് അവൻ്റെ ബൈക്കിലേക്ക് പോയിട്ടിരുന്നപ്പോൾ തന്നെ അവളെ അമ്മയും അമ്മാവനും അതിൽ പോണത് കണ്ടായിരുന്നു. അവൻ തന്നെ കാണിച്ചു തന്നു. എന്നിട്ട് അവളെ വീട്ടിലെത്തി അവൻ അകത്തേക്ക് പോയി. ഞാൻ കുറച്ച് മാറിയിരുന്നു. ഒരു 20-25 അവൻ ശർദ്ദലോടെയാണ് വെളിയിൽ വന്നത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു വീട്ടിൽ പച്ച കളറിലാണ് ശർദ്ദൽ പോയി കണ്ടത്. അപ്പോൾ ഗ്രീഷ്മ വീട്ടിൽ നിന്ന് കഷായവും ഫ്രൂട്ടിയും അവളെന്നെ ചതിച്ചു എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടാക്കി. അന്ന് വൈകുന്നേരം തന്നെ അവനോട് ചോദിച്ചു കുറവുണ്ട്. അപ്പോൾ അവൻ ഹോസ്പിറ്റലിലൊക്കെ പോയി. ഇപ്പോൾ അപ്പച്ചിയുടെ വീട്ടിലാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി അവനെ കാണാൻ പറ്റിയില്ല, ICUലായിരുന്നു. എന്നിട്ട് അവൻ രാത്രി മരിച്ച ഞാൻ അറിയും. റിജിന് ഇതൊക്കെ ഇങ്ങനെ ഒരു കേസായിരുന്നു, മാത്രമല്ല ഇതൊക്കെ പറയുകയും ചെയ്തിരുന്നു, വലിയ വാർത്തയായി മാറുകയും ചെയ്തു. അതിനുശേഷം റിജിന് എപ്പോഴാണ് തോന്നിയത് ഇതൊക്കെ തൻ്റെ കൂട്ടുകാരന് വേണ്ടി ഇതൊക്കെ തുറന്നു പറയണമെന്ന്? തോന്നിയിരുന്നു പറയണം, പക്ഷേ അവനെ കണ്ടെത്തില്ല. ഹോസ്പിറ്റലിൽ പോയിരുന്നു, പക്ഷേ അവൻ ICUലാണ്ട് കാണാൻ പറ്റി. അപ്പോൾ സജിൻ വിളിച്ചിരുന്നു, അവനോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാറിൻ്റെ ചേട്ടനെ വിളിച്ചിട്ടുണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം കുടുംബത്തോടെല്ലാം പറഞ്ഞു, പിന്നീട് പോലീസിനോടെല്ലാം പറഞ്ഞു. എന്നിട്ട് പാറശാല പോലീസ് സ്റ്റേഷനിലും ട്രിവാൻഡ്രത്ത് ക്രൈംബ്രാഞ്ച് പോലീസ് സ്റ്റേഷൻ മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നു. റിജിന് ഗ്രീഷ്മയുമായി അത് കഴിഞ്ഞ് സംസാരിക്കുകയെല്ലാം ചെയ്തിരുന്നു? അല്ല, ഞാൻ അല്ലെങ്കിൽ ഗ്രീഷ്മയോട് സംസാരിച്ചിട്ടില്ല. ഇവർ തമ്മിലുള്ള പരിചയം വെച്ചുള്ള ബന്ധം മാത്രമേ ഉള്ളൂ അല്ലേ? അവരുടെ കുടുംബമൊക്കെ ഇവിടുന്ന് നമ്മൾ ആ ഗ്രീഷ്മയുടെ വീട് ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് വിറ്റ് വേറെ എവിടെയൊക്കെ പോയെന്ന് തോന്നുന്നു. അങ്ങനെ ആൾക്കാർ പറഞ്ഞ് കേട്ടു. അവിടെ നിന്ന് വിറ്റ് ഇപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് പോയിട്ടുണ്ട്. നിങ്ങളാ പോയ വീടിൻ്റെ അവിടുന്ന്? പോയ വീട്. റിജിൻ പുറത്തേക്ക് ക്ഷമിക്കണം, ഷാരോൺ പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഛർദ്ദിച്ചു അല്ലേ? അത് വെളിയിൽ ഞാൻ കണ്ടപ്പോൾ കോമ്പൗണ്ടിൽ നിന്ന് വെളിയിൽ വന്നപ്പോൾ ഛർദ്ദലോടെ വെളിയിലാണ്. റിജിൻ അപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു ഷാരോൺ? കുറച്ച് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ കണ്ടു ഛർദ്ദലോടെ വെളിയിലൊന്ന് കണ്ടു. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഞാൻ പോയിട്ട്. എന്തായാലും റിജിൻ്റെ മൊഴി എന്ന് പറയുന്നത് ഈ കേസിൽ നിർണായകമായി മാറിയതെന്ന് തന്നെയാണ്. പോലീസുകാരും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും ആ കാര്യം പറയുന്നത് റിജിൻ്റെ മൊഴിയിലായിരുന്നുവെങ്കിൽ കേസിലായിരുന്നു എന്നാണ്. കാരണം ഇത് കണ്ട ഒരേ ഒരാൾ, അതും ഈ കൃത്യം നടക്കുന്നത് നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ആ വീട്ടിൽ നിന്നും ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും ഷാരോൺ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട ഒരാൾ. നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു അന്ന് റിജിൻ നടത്തിയത്. അതുമൂലമാണ് പോലീസിന് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് മുന്നോട്ട് പോകാനും സാധിച്ചത്. നമുക്കിതിലേക്ക് തന്നെ മടങ്ങി വരാം. ഒരു